ആ കുട്ടി എന്താ തിരിഞ്ഞോടിയത്? നീ വല്ല മോശമായിട്ട് കാണിച്ചോ? ആ കുട്ടിക്ക് ശരിക്കും മലയാളം അറിയാട്ടോ. അതെങ്ങനെ സാബിന് അറിയാം? ഞാൻ ക്യാപ്റ്റൻ, നോ ക്വസ്റ്റ്യൻ. ചാവാൻ പോണ നമ്മൾ തമ്മിൽ ക്യാപ്റ്റൻ ശിപ്പായി ഒന്നുമില്ല. കളി എന്നോട് വേണ്ട. മൻസൂറിനെ കൊന്നത് സാബല്ലെന്ന് ആ പെൺകുട്ടി പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. സാറിന്റെ കൈമ കിടന്ന മോതിരം എങ്ങനെ ആ പെൺകുട്ടി കൈമെത്തി? മോതിരം അത്ര വലിയ മോതിരല്ല, ഒരു മോതിരം ഉള്ളൂ. അത് ഇന്നലെ അവള് ബലം പിടിച്ച് ഊരിയെടുത്ത. അയ്യോ പാവം. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഒന്നും അറിഞ്ഞോണ്ടല്ല. പിന്നെ സാർ പറഞ്ഞത് സാറിന്റെ കൈമ കിടക്കുന്ന മോതിരം ആ പെൺകുട്ടി കൈമെത്തും. സത്യം പറഞ്ഞോളാം, എപ്പോഴാ സംഭവിച്ചത്, എങ്ങനെയാ സംഭവിച്ചത്, എന്തൊക്കെയാ സംഭവിച്ചത് എന്നോടെല്ലാം തുറന്നു പറഞ്ഞോളാം. ചില സാർ അങ്ങനെ അറിഞ്ഞാണ്ടില്ല. സാബിനോടെല്ലാം തുറന്നു പറയാൻ തുടങ്ങിയതാ, പക്ഷെ പറ്റണില്ല. ഇനി ഒളിക്കാൻ വയ്യ, ഞാനെല്ലാം പറയാൻ പോവാ. എന്നാ വാ തുറന്നു പറയാം. ഇതുമായിട്ട് രാത്രി കിടക്കുമ്പോ പറയാൻ കൊല്ലാൻ കൊണ്ടുവന്നവനെ പിടിച്ചു നിർത്തി തോക്ക് ചൂണ്ടി പ്രേമിക്കാൻ പറയേ. നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് പ്രേമം. അതിന് കണ്ണില്ല, രാജ്യമില്ല, ഭാഷയില്ല. ചാഹെ പാകിസ്ഥാൻ ഹോ യാ റഷ്യ ഹോ യാ ചീന ഹോ, പ്യാർ പ്യാർ. പക്ഷേ കശാപ്പ് ശാലയിൽ കൊല്ലാൻ നിർത്തിയിരിക്കുന്ന പോത്ത് തന്നെ ഇറച്ചി വെട്ടുകാരന്റെ മോളെ പ്രേമിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് സാബ്. സോറി സാർ. അതിന് ഇവൻ അവളോട് പ്രേമമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അല്ലേ ഗോപി? സത്യമാണ് സാർ. എനിക്കെന്റെ നാടാണ് വലുത്, നിങ്ങളാണ് വലുത്. അല്ലാതെ ഈ നിമിഷം വരെ മറ്റൊരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിട്ടില്ല. എങ്ങനെങ്കിലും ഇവന്മാരെ കൊന്നുവിടുന്ന് രക്ഷപ്പെടണം. ഓക്കെ, എങ്കിൽ നീ അവളെ പ്രേമിക്കണം. സാബ് എന്ന് പറഞ്ഞാൽ പ്രേമം നടിക്കണം. ശത്രുവിനെ തളയ്ക്കാൻ, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ യുദ്ധക്കളത്തിൽ ഏത് തന്ത്രവും പ്രയോഗിക്കാം. അതിലൊരു തെറ്റുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ല, കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്. നമ്മുടെ ആളുകളുടെ ജീവൻ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ചിലപ്പോ ഈ പ്രേമം ഒരു നിമിത്തമായാലോ. ബെസ്റ്റ് ഓഫ് ലക്ക്. അല്ല ക്യാരി ഓൺ. സാബ്